ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ മഹാദേവീ നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ആറാമത്തെ അധ്യായത്തിലെ വൃത്രാസുരവധാണ് നമ്മൾ വർണ്ണിക്കാൻ പോകുന്നത്. ദേവിയിൽ നിന്ന് വരം വാങ്ങിപ്പോന്ന സുരന്മാരും അതുപോലെ തന്നെ ഋഷീശ്വരന്മാരും കൂടി ആലോചിച്ച് വൃത്രന്റെ ആശ്രമത്തിലെത്തി. മൂലകം ദഹിപ്പിക്കാനുള്ള ദേഷ്യത്തിൽ കത്തിജ്വലിക്കുന്ന വൃത്രനെ അവർ കണ്ടു. ദേവന്മാരുടെ കാര്യസാധ്യത്തിനു വേണ്ടി ഋഷിമാർ വൃത്രനോട് സൗമ്യമായി പ്രകാരം പറഞ്ഞു: അല്ലയോ വൃത്ര, മഹാഭാഗ, അങ്ങ് ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിപ്രഭാവമുള്ളവനാണ് കേട്ടോ. ഇന്ദ്രനോട് എന്തിനാണ് ശത്രുത? അത് രണ്ടാളുടെയും സ്വൈര്യത്തിന് വിഘാതമുണ്ടാക്കും. അതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എപ്പോഴും ചിന്തയിൽ തന്നെ മുഴുകി എപ്പോഴാണ് വൈരികൾ യുദ്ധത്തിന് വരിക എന്ന് ആലോചിച്ച് പേടിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? രണ്ടു കൂട്ടരും യുദ്ധം തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. ലോക സ്വഭാവം തന്നെയും ദുഃഖമില്ലാതെ സുഖം വന്നു ചേരണമെന്നാണ്. ശത്രുത വെച്ച് പുലർത്തിയാൽ എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാകൂ. പ്രപഞ്ച സൗഖ്യത്തെ ആഗ്രഹിക്കുന്നവർ യുദ്ധത്തിലെ ശ്ലാഘിക്കയില്ല. യുദ്ധം ആഗ്രഹിക്കുന്നവർ വിഡ്ഢികളാണ്. യുദ്ധത്തിൽ ജയം ഉറപ്പില്ല താനും. വേദന സഹിക്കേണ്ടി വരികയും ചെയ്യും. ബന്ധുനാശവും അനുഭവിക്കേണ്ടി വരും. യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം എന്നതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. ഒരനർത്ഥവുമില്ലാത്തതാണ്. ഒരർത്ഥവുമില്ലാത്ത വാക്കാണത്. ദേഹം മരിച്ചു വീണാലോ കാക്കക്കും കഴുകനും കൊത്തി വലിക്കാനുള്ളതാണ്. ആ സ്വർഗത്തെ ആരാഗ്രഹിക്കും? ബുദ്ധിമാന്മാരൊന്നും ആ സ്വർഗത്തെ ആഗ്രഹിക്കൂല കേട്ടോ. വൃത്ര, അതുകൊണ്ട് ഇന്ദ്രനുമായി സന്ധി ചെയ്യുക. അതുകൊണ്ട് ഇന്ദ്രനും നിനക്കും ഞങ്ങൾ ഋഷീശ്വരന്മാർക്കും സൗഖ്യവും ആശ്വാസവും ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ സന്ധി ചെയ്താൽ ഞങ്ങൾക്ക് സമാധാനമായി ആശ്രമത്തിൽ വസിക്കാലോ. ഞങ്ങളുടെ ആശ്രമങ്ങളിൽ ശാന്തി ആഗ്രഹിക്കുന്നവർ തമ്മിൽ സഖ്യത്തിൽ വർത്തിക്കണം. ഇന്ദ്രനും നീയും മൈത്രിയിൽ കഴിയണമെന്നാണ് ഞങ്ങൾ ഇച്ഛിക്കുന്നത്. മധ്യസ്ഥരായി ഞങ്ങൾ സന്ധി സംഭാഷണം നടത്താം. അന്യോന്യം സത്യം ചെയ്ത് നിങ്ങളെ ഞാൻ സൗഹൃദത്തിലാക്കുകയും ചെയ്യാം. നിന്റെ മുമ്പിൽ വെച്ച് നീ പറഞ്ഞു കൊടുക്കുന്ന സത്യവാചകം ചക്രൻ, അതായത് ദേവേന്ദ്രൻ ചൊല്ലി നിനക്ക് പ്രീതി ഉണ്ടാക്കാം. പോരെ? ഇതൊക്കെ മതിയോ? ഭൂമിയും സൂര്യനും സത്യത്തിലാണ് നിൽക്കുന്നത്. യഥാകാലം ചൂടും തണുപ്പും ഉണ്ടാകുന്നു. കാറ്റും അതുപോലെ തന്നെ. സത്യം കൊണ്ടല്ലേ വാർദ്ധയും മര്യാദ ദീക്ഷിക്കുന്നത്. അതേപോലെ നിങ്ങളും സത്യം ചെയ്ത് മൈത്രിയിലാവണം. കുളിയും ഉറക്കവും എല്ലാം ഒന്നിച്ചാവണം. അത്രമാത്രം സുഹൃത്തുക്കളാവണമെന്നർത്ഥം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടാളും ചേർന്ന് നടത്തണം. ഋഷിമാരുടെ വാക്കുകൾ കേട്ട വൃത്രൻ പറഞ്ഞു: തപസ്സുകളായ നിങ്ങൾ പൂജനീയരാണ് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. മുനിമാർ ഒരിക്കലും അസത്യം പറയാത്തവരുമാണ്, ദുസ്സാമർത്ഥ്യമില്ലാത്തവരുമാണ്. മഹർഷിമാർക്ക് അതൊന്നുമില്ല. കളവും പറയേണ്ട, അവർക്ക് ദുസ്സാമർത്ഥ്യമില്ല. ദുർവൃത്തന്മാരോട് സഖ്യം പുലർത്താത്തവരുമാണ്. അവർ സദ്വൃത്തരാണ്, ശാന്തരാണ്. എന്നാൽ ഇന്ദ്രനോ ബ്രഹ്മഹന്താവാണ്, ഷഠനാണ്. അങ്ങനെയുള്ളവന് വിശ്വസിക്കാൻ കൊള്ളുകയില്ല. നിങ്ങളാണെങ്കിലോ ദ്രോഹബുദ്ധി ഇല്ലാത്ത മുനീശ്വരന്മാരാണ്. സ്വതവേ ശാന്തരായതുകൊണ്ട് കാപട്യം അറിയാത്തവരുമാണ്. ഋഷിമാർ പറയുന്നു: നന്മതിന്മകളുടെ ഫലം ഏതു ജന്തുക്കൾക്കും അനുഭവിക്കേണ്ടി വരും. ദ്രോഹം മാത്രം ചെയ്യുന്നവന് ശാന്തി എവിടെയാണ് ലഭിക്കുക? വിശ്വാസഘാതകർക്ക് നരകമാണ് ലഭിക്കുവാൻ പോകുന്നത്. മദ്യപാനിക്കും ബ്രഹ്മഘാതിക്കും പ്രായശ്ചിത്തമുണ്ട്. എന്നാൽ മിത്രദ്രോഹികൾക്കും വിശ്വാസഘാതിക്കും പ്രായശ്ചിത്തം പറഞ്ഞിട്ടില്ല. വൃത്രവിദ്വൻ, അങ്ങയുടെ ഇഷ്ടം പോലെ സത്യവാക്യം പറഞ്ഞാലും അതേ സത്യം തന്നെ രണ്ടുപേരും പറഞ്ഞിട്ട് വേണം സന്ധി ചെയ്യാൻ. അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ മഹർഷിമാർ പറയാണ് ചെയ്യുന്നത്. വൃത്രൻ പറയുന്നു: കല്ല്, മരം, വജ്രം, ഉണങ്ങിയ മരം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടും രാത്രിയിലും പകലും ദേവന്മാർക്കും ഇന്ദ്രനും അവധ്യനാകണം. ഇപ്രകാരത്തിലെ ശക്രനോട് ഞാൻ സന്ധി ചെയ്യുകയുള്ളൂ. ഋഷിമാരോ അങ്ങനെ തന്നെ ആവട്ടെ, തഥാസ്തു എന്നും പറഞ്ഞിട്ട് ഇന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന് അഗ്നിസാക്ഷിയായി മുനിമാരുടെ മുമ്പിൽ വെച്ച് സന്ധി ചെയ്യിച്ചു. ഇന്ദ്രന്റെ സത്യവാക്കിൽ വൃത്രന് സന്തോഷമായി. ആ വാക്കുകളിൽ വിശ്വസിച്ച വൃത്രൻ ഇന്ദ്രന്റെ മിത്രമായി. ഇന്ദ്രന്റെ സഖ്യത്തിൽ സന്തോഷിച്ച ശക്രനും വൃത്രനും കൽപ്പകവാടിയിലും ഗന്ധമാദന പർവ്വതത്തിലും
വിഹരിച്ചു. സന്ധി ചെയ്തത് കാരണം വൃത്രന് സമാധാനമായില്ലേ? അതായി. ഇതിനിടയിൽ ഇന്ദ്രൻ വൃത്രനെ വധിക്കേണ്ടത് എങ്ങനെയാണ് ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ ദേവൻ അവൻ ദാനവൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈ ദേവൻ എന്ന് പറഞ്ഞല്ലേ ഈ മഹാ വികൃതിത്തരം മനസ്സിലെപ്പോഴും ദുഷ്ടബുദ്ധി. പഴുതുകൾ അന്വേഷിച്ച് ഇന്ദ്രൻ നാളുകൾ കഴിക്കവേ വൃത്രവധത്തിനുള്ള സമയവും ആഗതമായി. വൃത്രൻ ഇന്ദ്രനിൽ വിശ്വാസം അർപ്പിച്ച് കഴിയുകയാണ് പാവം. ഒരു ദിവസം ത്വഷ്ടാവ് വൃത്രനോട് പറഞ്ഞു, പുത്ര, നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. വിരോധം വെച്ച് പുലർത്തിയിരുന്ന ഒരുവൻ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. നിന്നോട് അവൻ ഇപ്പോഴും ശത്രുതയുണ്ട്. അസൂയാലുവാണ് അവൻ. മഹാ മോശ സ്വഭാവത്തിനുടമയാണവൻ. അപരന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനാണവൻ. പരസ്ത്രീ ലംബടനാണ്. അവസരം കിട്ടിയാൽ അവൻ ദ്രോഹം ചെയ്യും. അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഏഴേഴായി വെട്ടിയവനാണ് ആ കലൻ. അവന് ഒരു പാപഭീതിയുമില്ല. അതിനാൽ തന്നെ അവനെ ഒട്ടും വിശ്വസിക്കരുത് മകനെ. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവന് വീണ്ടും പാപം ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവില്ല തന്നെയാണ്. അച്ഛൻ ഉദാഹരണ സഹിതം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും മൃത്യുകാലം ആസന്നമായ വൃത്രന് അത് ബോധ്യം വന്നില്ല. ഒരു ദിവസം കടൽ തീരത്ത് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന വൃത്രനെ ഇന്ദ്രൻ കണ്ടു. ഇന്ദ്രൻ മനസ്സിൽ വിചാരിച്ചു, തന്നെ നല്ല സമയം. ഇപ്പോൾ സന്ധ്യാസമയമായി. സന്ധ്യ രൗദ്രഭാവത്തിലുമാണ്. രാത്രിയുമല്ല പകലുമല്ല. ഇവനെ കൊല്ലാൻ പറ്റിയ സമയമാണ്. പ്രത്യേകിച്ചും അവൻ ഒറ്റ കാണുവാനും. പണ്ട് ബ്രഹ്മാദിദേവന്മാർ വൃത്രന് കൊടുത്ത വരത്തെപ്പറ്റി ചിന്തിച്ച് ഇന്ദ്രൻ മനസ്സുകൊണ്ട് വിഷ്ണുവിനെ സ്മരിച്ചു. ഭഗവാൻ വിഷ്ണു ആരും കാണാതെ അവിടെ എത്തി വജ്രമധ്യത്തിൽ പ്രവേശിച്ചു. ഇന്ദ്രൻ വൃത്രവധം എങ്ങനെ സാധിക്കാമെന്ന ചിന്തയിലാണ്ടു. യുദ്ധത്തിൽ അവനെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല. അവൻ ദേവന്മാർക്കും ദൈത്യന്മാർക്കും കൂടി അജയ്യനാണ്. വഞ്ചിച്ചാണെങ്കിൽ ഇവനെ വധിച്ചേ പറ്റൂ. ശത്രു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് ആർത്തലച്ച് കരയിലേക്ക് കയറി വരുന്ന ആഴിയെ ഇന്ദ്രൻ ശ്രദ്ധിച്ചത്. പുത്രൻ ബ്രഹ്മാവിനോട് വരം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കഠിന പദാർത്ഥങ്ങളെ കൊണ്ടൊന്നും എന്നെ വധിക്കാൻ പാടില്ല എന്ന്. ഇന്ദ്രൻ ആഴിയിൽ നിന്നൊരു നുരക്കട്ട കയ്യിലെടുത്ത് ചിന്തിച്ചു. ഇത് കഠിന പദാർത്ഥമല്ല, ശസ്ത്രവുമല്ല. ഇത് തന്നെ വൃത്രനെ വധിക്കാനുള്ള ആയുധം. ആഴിയിൽ നിന്ന് നുരക്കട്ട കയ്യിലെടുത്ത് ഇന്ദ്രൻ ജഗദംബയെ ധ്യാനിച്ചു. ദേവി തന്റെ അംശം നുരക്കട്ടയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇന്ദ്രൻ വജ്രായുധത്തിന് നുരക്കട്ട കൊണ്ട് പൊതിഞ്ഞ് വൃത്രന്റെ നേർക്കയച്ചു. വജ്രായുധം കൊണ്ടുള്ള അടിയേറ്റ് വൃത്രൻ മല പോലെ ഭൂമിയിൽ പതിച്ചു. വൃത്രൻ മരിച്ചു വീണത് കണ്ട് ഇന്ദ്രന് സന്തോഷമായ. ഇന്ദ്രനെയാണ് കൊല്ലേണ്ടത്. വൃത്രഹന്താവിനെ മുനിമാർ പാടിപ്പുകഴ്ത്തി. ആരുടെ ദയ കൊണ്ടാണോ ആ അസുരനെ കൊല്ലാൻ സാധിച്ചത്, ആ ദേവിയെ ഇന്ദ്രൻ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് ആരാധിച്ചു. ദേവി അവന വിശ്വസിക്കണ്ടാട്ടാ. ഇന്ദ്രൻ സ്വർഗത്തിൽ ദേവിയുടെ ക്ഷേത്രം പണിയിപ്പിച്ച് മാണിക്യക്കല്ല് കൊണ്ട് ദേവിയുടെ വിഗ്രഹമുണ്ടാക്കി ത്രിസന്ധ്യകളിലും മഹാപൂജ ചെയ്തു. അന്നു മുതൽ ദേവന്മാരുടെ കുലദൈവം പരാശക്തിയായി. 3 ലോകത്തിനും നാഥയായ വിഷ്ണുവിനെ ഇന്ദ്രൻ പൂജിച്ചു. ദേവന്മാരോട് വൈരമുണ്ടായിരുന്ന വൃത്രന്റെ മരണം കണ്ട് ദിഗ്ദേവതകൾ പ്രസന്നരായി. മന്ദമാരുതൻ വീശി എല്ലാവർക്കും സുഖം പകർന്നു. യക്ഷകിന്നര ഗന്ധർവന്മാർ തുഷ്ടരായി. വൃത്രൻ പരാശക്തി ചേർന്ന് നുരക്കട്ട കൊണ്ട് ഹതനായി. അതിനാൽ ദേവിയെ വൃത്രഹന്ത്രിയായി ലോകം പ്രകീർത്തിച്ചു. ഇന്ദ്രനാൽ ഹതമായതുകൊണ്ട് ഇന്ദ്രന് വൃത്രാരി എന്ന നാമവും ലഭിച്ചു. അങ്ങനെ വൃത്രാസുരവധം എന്ന 6-ാം അധ്യായം ജഗദംബികയുടെയും പൊന്നുണ്ണിക്കണ്ണന്റെയും തൃപ്പാദപത്മങ്ങളെ സമർപ്പിച്ചു. ഇനി നൗഷന്റെ ഇന്ദ്രവധ പ്രാപ്തി. വേറെ ഒരു സാധന ഈ നൗഷൻ. വൃത്രാസുരൻ മരിച്ചു വീണ ഉടനെ വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി. വൃത്രനെ കൊന്ന ഭയം കൊണ്ട് ഇന്ദ്രനും നാഗലോകത്ത് പോയി. ഭയപ്പെട്ട് വിറച്ചു നാൾ കഴിച്ചു. വേണ്ടാത്ത പണിയെടുക്കും, എന്നിട്ട് പേടിച്ച് വെറുക്കുകയും ചെയ്യും. ശത്രു മരിച്ചെങ്കിലും മുനിമാർക്ക് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ചതിച്ചു കൊന്നതുകൊണ്ട് നമ്മൾ പാപം ചെയ്തവരായില്ലേ. ഇന്ദ്രന്റെ ചേർച്ച കൊണ്ട് നമ്മുടെ മുനിശബ്ദവും വ്യർത്ഥമായി എന്ന് മഹർഷിമാർക്കും തോന്നാൻ തുടങ്ങി. സാത്വികന്മാരാണ് മുനിമാര് എന്ന് വിശ്വസിച്ചിട്ടാണ് വൃത്രനും നമ്മുടെ വാക്കിനെ വിശ്വസിച്ചത്. വിശ്വാസഘാതിയായ ഇന്ദ്രന്റെ തന്ത്രങ്ങൾ കൊണ്ട് നമ്മളെ കുറ്റക്കാരായി. ഇന്ദ്രനോടുള്ള മമത നമുക്ക് അനർത്ഥമായി ഭവിച്ചു. കള്ള ശപഥം ജയിച്ച് നമ്മൾ വൃത്രനെ വഞ്ചിച്ചുവല്ലോ. പാപത്തിന് കൂട്ടുനിൽക്കുന്നവർ, അതിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവർ, പ്രേരിപ്പിക്കുന്നവർ തുടങ്ങി എല്ലാവരും പാപത്തിന്റെ പങ്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറയാൻ തുടങ്ങി മഹർഷിമാര്.
വിഷ്ണു വജ്രമധ്യത്തിൽ പ്രവേശിച്ച് വൃത്രനെ കൊന്നതുകൊണ്ട് ആ സത്വഗുണരൂപനും പാപത്തിന് സഹായിയായി തീർന്നു. ഇന്ദ്രന്റെ ചേർച്ച കൊണ്ട് വിഷ്ണുവും ദുഷ്കൃതം ചെയ്തു തന്നെ എന്നാണ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കെട്ടവനെ തൊട്ടാൽ തൊട്ടവനും കെടും. ഇന്ദ്രന്റെ കൂട്ടുകെട്ടുകൊണ്ട് ഭഗവാനും കൂടി മനപ്രയാസ അനുഭവിക്കേണ്ടി വന്നില്ലേ. പുരുഷാർത്ഥങ്ങളിൽ 2 നശിച്ചുപോയി, 2 ബാക്കിയുള്ളൂ. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥ ചതുഷ്ടയത്തിൽ ആദ്യത്തേത് ധർമ്മം, അതും പോയി. അവസാനത്തേത് ഏത്? മോക്ഷം, അതും നശിച്ചുപോയി. പുരുഷാർത്ഥങ്ങളിൽ അർത്ഥവും കാമവും എല്ലാവർക്കും പ്രിയമാണ് താനും. മഹാത്മാക്കളും ഇതിൽ നിന്ന് വ്യത്യസ്തരൊന്നല്ല കേട്ടോ. മുനീശ്വരന്മാർ ഓരോന്നും പറഞ്ഞ് മനസ്താപപ്പെട്ടു. ദുഃഖിതരായവർ സ്വാശ്രമങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തന്റെ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് തൊഷ്ടാവും വളരെയധികം സങ്കടപ്പെട്ട് വിരക്തനായിത്തീർന്നു. അദ്ദേഹം മകൻ മരിച്ചു കിടക്കുന്ന കടൽക്കരയിലേക്ക് ചെന്ന് വിധിപ്രകാരം സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്തു. കുളിച്ചുതക്രിയയും ശേഷക്രിയകളും വേണ്ട പോലെ നടത്തി. ദുഃഖം കൊണ്ട് തളർന്ന തൊഷ്ടാവ് ഇങ്ങനെ ശപിച്ചു: എന്റെ പുത്രനെ സത്യം ചെയ്ത് വഞ്ചിച്ച ഇന്ദ്രൻ ഇപ്രകാരം മഹാദുഃഖം അനുഭവിക്കട്ടെ. നന്നായി പോയി. പിന്നീട് അദ്ദേഹം മേരുപർവ്വതത്തിന്റെ ശൃംഗത്തിൽ കയറി ഉഗ്രമായ തപസ് ചെയ്തു. തൊഷ്ടാവ് ഇത് കേട്ട് ജനമേജയൻ ചോദിച്ചു: വൃത്തനെ വധിച്ച ഇന്ദ്രന്റെ അവസ്ഥ എന്തായിരുന്നു? സുഖമോ അതോ ദുഃഖമോ? എന്താണ് സംഭവിച്ചത്? വ്യാസൻ പറഞ്ഞു: രാജൻ, ഇതിൽ സംശയം എന്തിരിക്കുന്നു? മഹാമതേ, നന്മതിന്മകളുടെ ഫലം ആരായാലും അനുഭവിച്ചേ കഴിയും. ദേവനായാലും മർത്യനായാലും അസുരനായാലും കർമ്മങ്ങളുടെ ദോഷത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഫലം ഭുജിക്കേണ്ടി വരും. ഇന്ദ്രനെ വൃത്രവധത്തിന് ഉപദേശിച്ചത് ഹരിവജ്രത്തിൽ തന്റെ ശക്തി പ്രവേശിപ്പിച്ച് വധത്തിന് സഹായിച്ചതും ഹരി. എന്നാൽ ആപത്ത് സംഭവിച്ചപ്പോൾ ഇന്ദ്രന് സഹായത്തിന് ആരും ഉണ്ടായില്ല. ആരും ഉണ്ടാവാൻ പാടില്ല. ദൈവം വിപരീതമായി നിൽക്കുമ്പോൾ അച്ഛനോ അമ്മയോ ഭാര്യയോ സന്താനങ്ങളോ ബന്ധുജനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലം തന്നെത്താൻ അനുഭവിക്കണം. പുത്രനെ വധിച്ചതിന് ശേഷം എല്ലാവരും പോയി. ഇന്ദ്രൻ തേജസ്സറ്റവനെ പോലെയായി. ബ്രഹ്മഹന്താവാണെന്ന് പറഞ്ഞ് ദേവന്മാർ പരിഹസിച്ചു. കള്ളസത്യവും ചെയ്ത് വഞ്ചിച്ച് മിത്രമാക്കി വധിച്ചു. ഇത്തരം ദുഷ്പ്രവൃത്തി ആരെങ്കിലും ചെയ്യുമോ? വേദപ്രമാണം കൈവിട്ട് ബൗദ്ധരുടെ അഭിപ്രായമാണ് ഇന്ദ്രൻ സ്വീകരിച്ചത്. വാക്ക് കൊടുത്ത് വിപരീതമായി പ്രവർത്തിച്ചു ഇന്ദ്രൻ. ആൾക്കാര് കൂടുന്നിടത്തൊക്കെ ഇതായി സംസാരം. ഹരിയും ശചീപതിയും കൂടി വഞ്ചിച്ച് വൃത്രനെ വധിച്ചു. കണ്ടാ, ഭഗവാനും കിട്ടില്ല ദുഷ്പേര്. അതാണ് ഇയാളോട് കൂടിയിട്ട്. തന്നെ പറ്റിയുള്ള അപവാദങ്ങൾ കേട്ട് ഇന്ദ്രൻ ആലോചിച്ചു: കീർത്തി നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതം അപമാനകരമാണ്. വഴിയെ പോകുന്നവർക്ക് പരിഹാസനായി ഞാൻ വേണം കിട്ടണം. ഇന്ദ്രദ്യുമ്ന രാജാവിനും കീർത്തിക്ഷയത്താൽ സ്വർഗഭ്രംശം വന്നില്ലേ? യയാതിയും ചെറിയൊരു അപരാധം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പതിച്ചില്ലേ? മൃഗരാജാവ് കൃകലാസമായി എത്ര യുഗങ്ങളാണ് ജീവിക്കേണ്ടി വന്നത്? മൃഗപത്നിയെ വധിച്ച കാരണം വിഷ്ണുവിന് നാനായോനികൾ ജനിക്കേണ്ടി വന്നില്ലേ? യാചിക്കാൻ ബലിഗൃഹത്തിൽ പോകേണ്ടി വന്നു. ദുഷ്കൃതം ചെയ്ത മർത്തിന് ഇതിൽ പരം എന്താണ് സംഭവിക്കാനുള്ളത്? ഇന്ദ്രനും ഇപ്പോൾ ബ്രഹ്മഹത്യാ പാപം വന്നു ചേർന്നു. സ്വസ്ഥതയില്ലാതെയായി. ആൾക്കാരുടെ മുമ്പിൽ വരാൻ ലജ്ജയായി ഇന്ദ്രന്. ചിന്താകുലനായിരിക്കുന്ന ഇന്ദ്രനോട് ഒരു ദിവസം ശചി ദേവി ചോദിച്ചു: ഭയപ്പെട്ടിരിക്കുന്ന ശത്രുഹതനായി ആയില്ലേ? അങ്ങക്കിനി ആരാണ് ശത്രുവായിട്ടുള്ളത്? എന്നിട്ടും അങ്ങ് എന്താണ് പ്രാകൃതനെ പോലെ ദുഃഖിച്ചിരിക്കുന്നത്? ഇന്ദ്രൻ പറഞ്ഞു: ശക്തന്മാരായ ശത്രുക്കളൊന്നും എനിക്കില്ല. എങ്കിലും എൻ്റെ മനസ്സിന് ഒട്ടും ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല പ്രിയതമേ. ഞാൻ ബ്രഹ്മഹത്യാ പാപത്തെയാണ് ഭയപ്പെടുന്നത്. നാടും നന്ദനോദ്യാനവും സുഖവും വേണ്ട. അപ്സരസ്സുകളുടെ നൃത്തവും ഗന്ധർവന്മാരുടെ സംഗീതവും ഒന്നും എനിക്ക് വേണ്ട. കാമധേനുവും വേണ്ട, പാരിജാതവും വേണ്ട. എന്തിനധികം പറയുന്നു, നിന്നിൽ പോലും എനിക്ക് പ്രിയം തോന്നുന്നില്ല പ്രിയേ. ശാന്തി ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്രകാരം ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു.
പ്രകാരം ശചീദേവിയോട് പറഞ്ഞ ഇന്ദ്രൻ നേരെ മാനസ സരസിലേക്കാണ് പോയത്. അവിടെ ഒരു താമരത്തണ്ടിൽ ഒളിച്ചിരുന്നു. സമുദ്രത്തിൽ നേർക്കോലിൽ നീന്തിക്കളിക്കും പോലെ ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തെ ഭയപ്പെട്ട താമരത്തണ്ടിൽ കഴിച്ചുകൂട്ടി. വേണോ ഈ പണിയൊക്കെ? സുരന്മാർ ചിന്താധീനരായി. സ്വർഗത്തിൽ ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മുനിമാരും സിദ്ധചാരണ ഗന്ധർവന്മാരും ഭയാർത്ഥരായി. അരാജകത്വം കൊണ്ട് സ്വർഗത്തിൽ വിപത്തുകൾ അടിക്കടി വന്നു ചേർന്നുകൊണ്ടിരുന്നു. തടാകങ്ങളിൽ വെള്ളമില്ലാതെയായി. നാഥനില്ലാതായപ്പോൾ മുനിമാർ നഹുഷനെ രാജാവായി അഭിഷേകം ചെയ്തു. ധർമ്മിഷ്ഠനാണെങ്കിലും നഹുഷൻ വിഷയാസക്തനായിരുന്നു. പോരെ, ഒരുപാത്ത ധർമ്മം ഉണ്ടായിരുന്നുകൊണ്ട്. ഒരിക്കൽ നഹുഷൻ അപ്സര സ്ത്രീകളോടൊത്ത് ഉദ്യാനത്തിൽ ഉല്ലസിച്ച് നടക്കുമ്പോൾ ശചീദേവിയുടെ ഗുണങ്ങളെയും സൗന്ദര്യത്തെ പറ്റി കേട്ട് കാമോദ്ദീപകനായി. നഹുഷൻ ഋഷിമാരോട് ചോദിച്ചു, ശചീദേവി എന്താണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്? ദേവന്മാർ ഇന്ദ്രപദവി എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഋഷിമാരെ. എന്റെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. ഈ മഹർഷിമാരെ ഒന്ന് വിളിച്ചിട്ട് ഈ വേണ്ടാത്ത കാര്യത്തിന് പറയുന്നു. വേഗം പോയി ശചീദേവി എന്റെ സമീപത്ത് എത്തിക്കുക. ഞാനല്ലേ ഇപ്പോൾ ദേവേന്ദ്രൻ സർവ്വലോകാധിനാഥനും. ഇന്ദ്രാണി എന്റെ ഗൃഹത്തിലേക്ക് വരട്ടെ. നഹുഷന്റെ വാക്ക് കേട്ട് സുരന്മാരും ഋഷിമാരും പൗലോമിയുടെ അടുത്ത് ചെന്നു പറഞ്ഞു, ദേവി ചക്രവല്ലഭേ, നഹുഷൻ ദേവിയെ കാമിക്കുന്നു. കോപത്തോടുകൂടി ആജ്ഞാപിച്ചിരിക്കുകയാണ് ദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ. ഇന്ദ്രനായി നഹുഷനെ വാഴിക്കുകയും ചെയ്തു. വൃത്തരായ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോ മുനിമാരുടെ വാക്കുകേട്ട് ശചീദേവി ദേവഗുരുവായ ബൃഹസ്പതിയോട് പറഞ്ഞു, ഗുരു, നഹുഷനിൽ തന്നെ രക്ഷിക്കണം. ബൃഹസ്പതി പറഞ്ഞു, പൗലോമി, പാപിഷ്ഠനായ നഹുഷനെ ഭയപ്പെടേണ്ട. സത്യധർമ്മങ്ങൾ വെടിഞ്ഞ് ഞാനൊന്നും ചെയ്യില്ല. ശരണാഗതനായവനെ കൈവെടിയുന്നവൻ ലോകാവസാനം വരെ നരകത്തിൽ വസിക്കേണ്ടി വരും. ബാലേ, ഒരിക്കലും ഞാൻ എന്നെ നഹുഷന് വിട്ടുകൊടുക്കില്ല കേട്ടോ, പേടിക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു, ബൃഹസ്പതി. അങ്ങനെ നഹുഷാഭിഷേകം എന്ന 7-ാം അധ്യായമാണ് നമ്മൾ ദേവിയുടെയും പൊന്നുണ്ണിക്കണ്ണന്റെയും പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇനി ബാക്കി ശചിയുടെ ശോകം, സങ്കടം അതൊക്കെ നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പം എല്ലാം ഇവിടെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പരിപാലയന്ത ന്യായേണ മാർഗേണ ഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.